ഈ രൂപയ്ക്ക് ചില്ലറ തരണം. മാല. എന്റെ പേര് മാല എന്നല്ല. അറിയാം, എളുപ്പത്തിന് വിളിച്ചെന്നേ ഉള്ളൂ. ഇന്ന് മാല വേണ്ടേ? ഞാൻ എല്ലാ ദിവസവും ഇവിടൊക്കെ നോക്കുമായിരുന്നു. ഈ തൊപ്പി ഉടുപ്പ് വിട്ടാ എല്ലാവരും ഒന്നുപോലെ ഇരിക്കും. അപ്പോൾ എന്നെ പോലെ ആരെയോ കണ്ടു. കൊള്ളാം. ഈ വേഷം ഇട്ടവർ മുക്കിനും മൂലയ്ക്ക് നിപ്പില്ലേ? ഞാനും ഈ പൂക്കാരി എന്നും തിരക്കിയിരുന്നു. എന്നിട്ട് എന്നെ പോലെ ആരെങ്കിലും കണ്ടോ? ഇല്ല, അമ്മണിയെ പോലെ അമ്മണിയെ മാത്രമേ കണ്ടുള്ളൂ. ആട്ടെ, എന്നെ തിരക്കിയത് എന്തിനാണ്? എന്നെ തിരക്കുക? ആ, പൂമാല ഉണ്ടോന്ന് ചോദിക്കാം. ഞാൻ പൂമാല ഉണ്ടെന്ന് പറയാം. അപ്പൊ രണ്ടും ഒരു കാര്യത്തിൽ തന്നെ. നടക്കണം. എങ്ങോട്ട്? എന്താ പേടിയാകുന്നു? എനിക്ക് പേടിയൊന്നുമില്ല. പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നെങ്കിലും. അവിടെ മാല കിട്ടാൻ ആള് വേണം. അല്ല, ഞാൻ ഈ വേഷത്തിൽ കൂടെ നടക്കുമ്പോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാണെന്ന് തോന്നുന്നില്ലേ? ഇല്ല, ഒരു വലിയ ഉദ്യോഗസ്ഥരുടെ കൂടെ ഒരു കോൺസ്റ്റബിൾ അകമ്പടി സേവിക്കാണെന്നേ തോന്നുന്നു. അമ്പേ, ഒരു ഉദ്യോഗസ്ഥ. പിന്നെ ഇന്നലെ എന്റെ ചേട്ടന് കണ്ണുവേദന വളരെ കൂടുതലായിരുന്നു. ഞങ്ങൾ ആശുപത്രിയിൽ പോയി. ഡോക്ടർ പറഞ്ഞു ചികിത്സിച്ച കണ്ണ് ഭേദമാകുന്ന. ഒരു ദിവസം രാവിലെ പെട്ടെന്ന് കാണിച്ചു കിട്ടുമ്പോ എന്ത് സന്തോഷമായിരിക്കില്ലേ? നോക്കുന്നത് ശ്വാസം വിടാതെ സംസാരിക്കുന്നുണ്ട്. നോക്കിയതാ. പറയണം, വീട്ടിലേക്ക് പോവാ. എന്തിനാ? എന്റെ അമ്മയ്ക്കൊന്ന് കാണണമെന്ന്. എന്നെയോ? വലിയ ഉദ്യോഗസ്ഥയല്ലേ? അമ്മ വരണം, പൂമാല കൊണ്ടുവന്നിരിക്കുന്നു. പൂജാമുറിയിൽ വെച്ചേക്ക്. പൂമാല മാത്രമല്ല, പിന്നെ ചന്ദനത്തിരിയും കൊണ്ടുവന്നു. ചന്ദനത്തിരിയോ? അതല്ലേ? അതൊന്നും അല്ലമ്മ, ഇങ്ങ് വരണം. എന്താണെന്ന് തെളിച്ച് പറയാൻ വയ്യെങ്കിൽ എന്റെ തലയിൽ എടുത്തു വെച്ചു. അയ്യോ, തലയിലോ? ആഹാ, ഇരിക്കൂ കുഞ്ഞ്. വേണ്ട. നിന്റെ വീട് എവിടെ? ഇവിടെ അടുത്ത് തന്നെ. എന്ന് പറഞ്ഞാലും മുല്ല വീട്ടിലെ മരിച്ചുപോയ പേരെന്താ? അമ്മണി. എന്റെ കുഞ്ഞ്, നിനക്ക് ഈ ഗതി വന്നു? അമ്മണിയുടെ ചേട്ടൻ അന്ധനാണ്, പാവം. ഒരു കാലത്ത് എങ്ങനെ കഴിഞ്ഞവരാണ്. ഇപ്പൊ ട്യൂഷൻ ജോലിയും കിട്ടിയിട്ടുണ്ട്. എവിടെ? ഇവിടെ അടുത്ത് തന്നെ. ഒരു പാച്ചക്കുറിപ്പ്. ആ റെസ്റ്റോറന്റുകാരനോ? അവനൊരു ആഭാസനാണ്. എന്ത് ശമ്പളം കിട്ടും? 10 രൂപ. അത്രേ ഉള്ളൂ. ഈ തുകയ്ക്ക് വേണ്ടി ആ തെണ്ടിയുടെ വീട്ടിൽ പോകാതിരിക്കുകയാണ് നന്ന്. അത് വേണമെങ്കിൽ ഈ സ്ഥിതിയിൽ അവർക്കതൊരു വലിയ തുകയല്ലേ? അമ്മണി, ഈ കാപ്പി കുടിക്കും. വേണ്ടമ്മേ, മകന് കൊണ്ടുവന്നതല്ലേ. അതിനെന്താ, മകൾക്കും കുടിക്കാം. ഞാൻ പോട്ടെ. പതിവായി മാല കൊണ്ടുവരണമെന്ന് അമ്മ പറയണം. അത് നീ പറഞ്ഞില്ലേ? ഞാൻ കൊണ്ടുവരാം അമ്മേ. മാല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഞ്ഞെ നീ എന്നും ഇവിടെ വരണം. നല്ല ഒതുക്കവും പാകതയും ഉള്ള പെൺകുട്ടി. അവളുടെ അമ്മയുടെ മട്ട് തന്നെ. അമ്മ എന്തിനാ എന്റെ മുഖത്ത് നോക്കുന്നു? കമലം, ഇന്ന് പാട്ട് പഠിച്ചത് മതി. നിനക്ക് ജലദോഷമാണെന്ന് തോന്നുന്നു. പൊയ്ക്കുള്ളൂ. അത് നേരത്തെ പറയാത്തെന്ത്? എന്നാൽ നാളെ മതി. പിന്നെ അപ്പൂന് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, ആഴ്ച 2 ദിവസം ആശുപത്രിയിൽ പോകുന്നുണ്ട്. അല്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മണി ഒരു നന്ദി വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാനത് പറയണോ? വേണ്ട, പറയണമെന്നില്ല. ഈശ്വരൻ അങ്ങേ സഹായിക്കും. ഓ, അതിലെങ്ങും വലിയ അർത്ഥമൊന്നുമില്ല. ഞങ്ങൾ സാധുക്കളല്ലേ, പ്രാർത്ഥിക്കാനല്ലേ കഴിയും. ആര് പറഞ്ഞു സാധുക്കളാണെന്ന്? ആണെങ്കിൽ തന്നെ ആ നില മാറണ്ടേ? ആട്ടെ, നാളെ മുതൽ പാട്ട് പഠിപ്പിക്കാൻ കുറെ കൂടി വൈകി വന്നാൽ മതി. അതാണ് കമലത്തിന് സൗകര്യം. ഞാൻ പോവുകയാണ്. വിശന്ന് പ്രാണം പോയി. ഇപ്പോഴെങ്കിലും കൊണ്ടുവന്നല്ലോ. ഓഹോ, എനിക്കല്ലേ? ചുമ്മാ ഇരിക്കണം, ഇതൊക്കെ നേരത്തെ കഴിച്ചു കാണും. നിന്നാണ്, ദൈവത്തിനാണ്. ഞാൻ ഒരു വകയും കഴിച്ചില്ല. എങ്കിൽ ഇപ്പൊ ഒന്നും കഴിക്കണ്ട. മെനിഞ്ഞാന്നേ തനിച്ച് സിനിമ കാണാൻ പോയില്ലേ, അതിനുള്ള ശിക്ഷയാണ്. എന്റെ പൊന്നെ,
ഈ നിരാഹാര സത്യാഗ്രഹം മഹത്തായ 36 മണിക്കൂറാണ്. ഇനി നിന്റെ അനുമതി കൂടാതെ എങ്ങും പോകുകയില്ല. ഒരു കഷ്ണം റൊട്ടിയെങ്കിലും. ഈ പ്ലം കേക്കിന് എന്തൊരു സ്വാദ്. നിനക്ക് വയറ്റിളക്കം വരുമേ? ജിലേബി ഒന്നാം തരാം. നീ ദൂരെ എങ്ങനെ ചെന്നിരുന്ന് കഴിച്ചോ. ഈ ഗുലാബ് ജാമിൽ തേൻ ഒഴിക്കുമോ? ഒഴിക്കും. ഭയങ്കര മധുര. കുറച്ച് പുളിയും കൂടെ ഉണ്ട്. ആര് പറഞ്ഞു? കൊതിയാകുന്നോ? ഏയ്, ഒരു കൊതിയുമില്ല. വായിക്കാത്തൊരു വാട്ടർ സപ്ലൈ തുടങ്ങാം. ഇവിടെ വയ്ക്കാൻ. ഞാൻ തിന്നാനെടുത്തതല്ല, ഇത് അഴുകിപ്പോയെന്ന് നോക്കിയതാണ്. എനിക്ക് വിശപ്പൊന്നുമില്ല. എരിവുള്ള പലഹാരമാണ് എനിക്കിഷ്ടം. എനിക്കും. പപ്പു, എനിക്ക് കാപ്പി കൊണ്ടുവരാനാണോ? അല്ല, ഇതൊക്കെ എടുത്തോണ്ട് പോകാം. എടാ വേണോ, എന്റെ ചീപ്പ് എവിടാ? ഇവിടെ ഒന്നും വച്ച സ്ഥാനത്തിരിക്കില്ല. എന്റെ ഷർട്ട് എവിടെ? അതല്ലടാ യൂണിഫോം. ഇന്നെടുത്തോണ്ടോ, പലയിടത്തും വെച്ചിരുന്നാ മതിയോ? എന്താ ഇന്ന് ദേഷ്യം മൂക്കിന്റെ അറ്റത്താണല്ലോ. ഇത് പോലീസ് സ്റ്റേഷനും മറ്റുമല്ല. ഒന്നുമില്ലമ്മ. കൃത്യസമയത്ത് ഉണരുകയില്ല. ചീപ്പും ഷർട്ടും ഒക്കെ എടുത്തു തരാൻ ഒരാൾ വേണം. ഇത്രയൊക്കെ ആയിട്ടും ഒരു പിടിപ്പും പാകതയും ഒന്നിലും ഇല്ലല്ലോ. ഇതാണ് ഞാൻ പറയുന്നത്. എന്തോന്ന്? കല്യാണം കഴിക്കാൻ. കല്യാണമോ? എന്താ പേടിയാകുന്നു? എനിക്കും സഹായത്തിനൊരാളായി. നമ്മുടെ നിലയ്ക്കും രീതിക്കും ഇണങ്ങുന്ന ഒരു കുട്ടി മതിയല്ലോ. അതിരിക്കട്ടെ. ഇനി അവരും വല്ലതും കൊണ്ടുവരണോ? ഓടാവിടുന്നു. ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് മനസ്സിലാക്കിക്കും. ഇങ്ങനെ ചില വരാന്ന് വർത്തമാനം പറയാൻ കൊള്ളാം. നീ വാ, കാപ്പി ഇരുന്ന് തണുക്കുന്നു. ആ അമ്മണി ഒരു പാവമാണ്. മുഖം കണ്ടാൽ അറിയാം. എന്തോ കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിനിണങ്ങി. നല്ല തറവാട്, പിന്നൊക്കെ ഈശ്വരൻ്റെ കയ്യിൽ. നീ കാപ്പി കുടിക്കേ. കുടിക്കല്ലേ?